ഉച്ച സമയത്ത് മെഹുൽ ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് ലസ്സി ഓർഡർ ചെയ്യുന്നു. ആ റെസ്റ്റോറന്റിൽ കുറച്ച് കോളേജ് സ്റ്റുഡൻസ് വരുന്നു. എന്നിട്ട് കൂൾ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നു. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഇതെന്താണ് പറ്റിയതെന്ന് അറിയില്ല. എല്ലാം തല തിരിച്ചാണ് കഴിക്കുന്നത്. വെയിറ്റർ ലസ്സി കൊണ്ടുവരുന്നു. മെഹുൽ ലസ്സി കുടിക്കുവാനും തുടങ്ങുന്നു. അപ്പോഴേക്കും മെഹുലിന് ഒരു കോൾ വരുന്നു. കവലയിൽ ഒരാൾക്ക് ആക്സിഡന്റ് ആയി എന്ന വിവരം ലഭിക്കുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ തന്റെ കാറിൽ കവലയിലേക്ക് എത്തിച്ചേരുന്നു. കുറച്ച് ആൾക്കാർ ചേർന്ന് ആ മനുഷ്യന്റെ ശരീരത്തെ റോഡരികിലേക്ക് മാറ്റിയിരുന്നു. മെഹുൽ ഉടൻ തന്നെ അയാളുടെ അടുത്തേക്ക് പോകുന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത്? നിങ്ങൾ എല്ലാവരും തമാശ കാണുകയാണ്. ആ സമയത്ത് ഒരാൾ പറയുന്നു, ആക്സിഡന്റ് ഉണ്ടായ ആ സ്പോട്ടിൽ തന്നെ അയാൾ മരിച്ചുപോയെന്ന്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന്. മെഹുൽ ഡെഡ് ബോഡിയെ പരിശോധിക്കുന്നു. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് വളരെയധികം ഡോക്യുമെന്റുകളും ഒരു മൊബൈലും കിട്ടുന്നു. ഇയാളുടെ പേര് കൗശൽ എന്നാണ്. ഇയാൾ ഒരു ഡ്രിങ്കിംഗ് വാട്ടർ കമ്പനിയിൽ സെക്യൂരിറ്റി പണി ചെയ്യുകയാണ്. മെഹുൽ അയാളുടെ മൊബൈൽ പരിശോധിക്കുന്നു. ഇയാളുടെ മൊബൈലിൽ ഒന്നുമില്ല. അതിനർത്ഥം ഇയാൾ ഒരു സത്യസന്ധനായ മനുഷ്യനായിരുന്നു. ഇയാൾക്ക് വലിയ ടെക്നിക്കൽ നോളജും ഉണ്ടായിരുന്നില്ല. മെഹുലിന് കൗശലിന്റെ മൊബൈലിൽ നിന്ന് അയാളുടെ ഫാക്ടറിയിലെ മാനേജറുടെ നമ്പർ ലഭിക്കുന്നു. ഉടൻ തന്നെ അയാളെ വിളിക്കുന്നു. അപ്പോൾ അയാൾ മെഹുലിനോട് പറയുന്നു, കൗശൽ ഒരു മാസം മുൻപാണ് സെക്യൂരിറ്റിയുടെ ജോലിയിൽ ജോയിൻ ചെയ്തത്. അയാൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നുവെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു മാസം മുൻപ് കൗശൽ ജോലിക്ക് ജോയിൻ ചെയ്തു. ഇന്ന് അയാൾക്ക് ആക്സിഡന്റ് ഉണ്ടായി. മെഹുൽ ആ കവലയിലെ ഒരു കടയിൽ CCTV ഉള്ളതായി കണ്ടെത്തുന്നു. മെഹുൽ വേഗം തന്നെ കടയ്ക്കകത്തേക്ക് പോകുന്നു. ഉടമസ്ഥനോട് CCTV ഫുട്ടേജ് കാണണമെന്ന് പറയുന്നു. ഫുട്ടേജ് നോക്കി മെഹുൽ ആ വീഡിയോ കണ്ടെത്തുന്നു. അതിൽ കൗശലിന്റെ ആക്സിഡന്റ് ഉണ്ട്. വീഡിയോ കണ്ടതും കൗശലിന്റെ ആക്സിഡന്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒന്നാണെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. ഇത് ആക്സിഡന്റ് അല്ല, മറിച്ച് ഒരു കൊലപാതകമാണ്. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ചിന്തിക്കൂ. വീഡിയോ ശ്രദ്ധിച്ചു നോക്കൂ. ആക്സിഡന്റ് ഉണ്ടാക്കിയ കാറ് കൗശലിനെ തട്ടിയിട്ടിട്ട് നല്ല സ്പീഡിൽ നേരെ പോയി. കൗശൽ മുന്നിൽ വന്നപ്പോൾ കാർ ബ്രേക്ക് ചെയ്യുവാനുള്ള പരിശ്രമമെങ്കിലും നടത്തേണ്ടിയിരുന്നു. പക്ഷേ കാറിന്റെ ആക്സിലേറ്റ് കൂട്ടുകയാണ് ഉണ്ടായത്. അതിനർത്ഥം അവർ ബോധപൂർവം കൗശലിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചിരുന്നുവെന്നല്ലേ? ഇതിലെന്തോ കുഴപ്പമുണ്ട്. എനിക്ക് കൗശലിന്റെ ഫാക്ടറിയിൽ പോകേണ്ടതുണ്ട്. അവിടെയാണ് കുടിവെള്ളം ഉണ്ടാക്കുന്നത്. അതിനുശേഷം മെഹുൽ ഒരാളെ വിളിക്കുന്നു. അയാൾ ഒരു പിക്കപ്പ് വാൻ കൊണ്ടുവന്ന കൗശലിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ബൈക്ക് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ആ സമയം മെഹുലിന് ഒരു നല്ല ഐഡിയ തോന്നുന്നു. മെഹുൽ വേഗം തന്നെ ആ കടയിൽ പോയി CCTV ഫുട്ടേജ് ഒരിക്കൽ കൂടി നോക്കുന്നു. മെഹുൽ പല പ്രാവശ്യം ആക്സിഡന്റ് ഉണ്ടാക്കിയ കാറിനെ നോക്കുന്നു. പക്ഷേ അതിന്റെ നമ്പർ പ്ലേറ്റ് ശരിയായി കാണുന്നുണ്ടായിരുന്നില്ല. മെഹുൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ വീഡിയോ സൂം ചെയ്ത് നോക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആക്സിഡന്റ് ഉണ്ടാക്കിയ വണ്ടിയുടെ നമ്പർ ലഭിക്കുന്നു. ഈ നമ്പർ വ്യാജമാണല്ലോ. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ചിന്തിക്കൂ. ഡൽഹിയിൽ വെറും 11 ഡിസ്ട്രിക്റ്റ് ആണുള്ളത്. അതായത് മാക്സിമം DL 11 വരെയുള്ള നമ്പർ ഉണ്ടാകും. 99-ന് ഒരു സാധ്യതയുമില്ല. ഈ കാറിൽ നമ്പർ DL 99 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും ഡിസ്ട്രിക്ട്സ് അവിടെയില്ലല്ലോ. അതിനർത്ഥം ഈ നമ്പർ പ്ലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ്. മെഹുൽ നഗരത്തിലെ എല്ലാ പോലീസുകാരെയും വിവരമറിയിക്കുന്നു. ആ വ്യാജ കാറിനെ കുറിച്ചും പറയുന്നു. ഇനി ആ കാറിനെ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ കൊലപാതകി കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ടാകും. കാറിന്റെ നിറവും മാറ്റിയിട്ടുണ്ടാകും. മെഹുൽ കൗശലിന്റെ ഡെഡ് ബോഡി ആംബുലൻസിൽ വെച്ചുകൊണ്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പോകുന്നു. പക്ഷേ വഴിയിൽ വെച്ച് മെഹുലിന്റെ കാർ പഞ്ചറാകും. ഇവിടെ അടുത്തെങ്ങും ഒരു കടകളുമില്ല. എനിക്ക് സ്വയം ടയർ മാറേണ്ടി വരും. മെഹുൽ തന്റെ കാറിന്റെ ഡിക്കിയിൽ നിന്ന് വേറൊരു ടയർ എടുക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ടയർ മാറ്റിയിടുന്നു. ഇതിനുശേഷം മെഹുൽ ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. സെയിൽ ബോട്ട്, മോട്ടോർ ബോട്ട്, സബ്മറൈൻ, കയാക്ക്. ലോജിക്കൽ ആർമി, ഇക്കൂട്ടത്തിൽ ഓട് ഔട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പറയുവാനാകുമോ? ഈ 4 എണ്ണത്തിൽ സബ്മറൈൻ ഓട് ഔട്ടാണ്. അത് വെള്ളത്തിനകത്തുകൂടെ പോകുന്നു. ബാക്കിയുള്ളതെല്ലാം വെള്ളത്തിന് മുകളിൽ കൂടിയും. മെഹുൽ 3ാമത്തെ ബട്ടൺ അമർത്തി ലാബിനകത്തേക്ക് പോകുന്നു. അവിടെ ഡോക്ടർ സഞ്ജന ഒരു കെമിക്കലിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ സഞ്ജന, ഈ ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോഴേക്കും ഞാൻ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരാം. അതിനുശേഷം മെഹുൽ ഡെഡ് ബോഡിയെ അവിടെ ഏൽപ്പിച്ചിട്ട് കൗശൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകുന്നു. മാനേജർ, ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലാണ്. കൗശലിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാനാണ് വന്നിരിക്കുന്നത്. മെഹുൽ ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ടാക്കുന്ന കമ്പനിക്കകത്ത് പരിശോധന നടത്തുന്നു. മുഴുവൻ ഫാക്ടറിയും പരിശോധിക്കുന്നു. എന്നാൽ ഒരു തെളിവും ലഭിക്കുന്നില്ല. അവിടെയുള്ള എല്ലാ ജോലിക്കാരെയും ചോദ്യം ചെയ്യുന്നു. എന്നാൽ അവരിൽ നിന്നും വലിയ തെളിവുകളൊന്നും ലഭിക്കുന്നില്ല. അതിനുശേഷം മെഹുൽ ഫാക്ടറിയുടെ എല്ലാ ഡോക്യുമെന്റുകളും പരിശോധിക്കുന്നു. ആ സമയത്താണ് ഒരു രജിസ്റ്റർ മെഹുലിന്റെ ശ്രദ്ധയിൽ വരുന്നത്. അതിൽ എല്ലാ ജോലിക്കാരുടെയും ഡീറ്റെയിൽസും ജോയിനിങ് ഡേറ്റും എഴുതിയിട്ടുണ്ടായിരുന്നു. കൗശലിന്റെ പേരുമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാസം മുൻപാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് തന്നെ വേറെ 2 ഗാർഡ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. മെഹുലിന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. ലോജിക്കൽ ആർമി, മെഹുലിന് എന്ത് സംശയമായിരിക്കും ഉണ്ടായത്? ചിന്തിക്കൂ. കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ 3 സെക്യൂരിറ്റി ഗാർഡ് ജോയിൻ ചെയ്തു.
അതിനർത്ഥം 3 പേര് ജോലി കളഞ്ഞു. അതെന്താ? ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ എന്തിനാണ് ജോലി ഉപേക്ഷിച്ചു പോകുന്നത്? സത്യം അന്വേഷിച്ചറിയുവാനായി മെഹുൽ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. എന്നിട്ട് ഫാക്ടറിയുടെ അടുത്തുള്ള ഹൈവേയിൽ കാത്തു നിൽക്കുന്നു. വൈകുന്നേരമായതും ഫാക്ടറിയിലെ 3 തൊഴിലാളികൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു. മെഹുൽ അവരുടെ അടുത്ത് ചെന്ന് അവരോട് വിവരങ്ങൾ ചോദിച്ചറിയുന്നു. ആദ്യത്തെ വർക്കർ പറയുന്നു, സർ, ഞാൻ രാവിലെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. കൗശൽ നൈറ്റിലാണ് ഡ്യൂട്ടി ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് കൗശലിനെ കുറിച്ച് ഒന്നും അറിയില്ല. രണ്ടാമത്തെ വർക്കർ പറയുന്നു, സർ, ഞാൻ 2 ദിവസം മുൻപാ ജോലിക്ക് വന്നത്. മൂന്നാമത്തെ വർക്കർ പറയുന്നു, സർ, ഞാൻ കഴിഞ്ഞ 1 മാസമായി ലീവിലായിരുന്നു. ഇന്നാണ് തിരിച്ചു വന്നത്. എനിക്കൊന്നും അറിയില്ല. 3 പേരുടെയും സംസാരം കേട്ടിട്ട് ഒരാൾ കള്ളം പറയുകയാണെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. അതാരാണ് ലോജിക്കൽ ആർമി? ചിന്തിക്കൂ. ഇവിടെ ആദ്യത്തെ വർക്കർ കള്ളം പറയുകയാണ്. അയാൾ പറയുന്നത് കൗശലിന്റെ നൈറ്റ് ഡ്യൂട്ടിയും അയാൾക്ക് പകൽ ഡ്യൂട്ടിയുമാണെന്നാണ്. അതുകൊണ്ട് അയാൾക്ക് കൗശലിനെ അറിയില്ലെന്ന്. കൗശലിനെ അറിയില്ലെങ്കിൽ അയാൾ എങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയാണ് കൗശൽ ചെയ്യുന്നതെന്ന് പറഞ്ഞത്? മെഹുൽ അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുവാൻ തുടങ്ങുന്നു. ആ സമയത്ത് ആ വർക്കർ പറയുന്നു, ഫാക്ടറിയുടെ അകത്ത് രാത്രി സമയത്ത് വെള്ളത്തിന് പകരം ഇല്ലീഗലായി മദ്യമുണ്ടാക്കുന്നു. രാത്രിക്ക് രാത്രി അതിന്റെ സപ്ലൈ നടക്കുന്നു. പക്ഷേ കൗശലിന്റെ മരണത്തെക്കുറിച്ച് അയാൾക്ക് ഒന്നും അറിയില്ലെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഫാക്ടറിക്കകത്ത് രാത്രിയിൽ മദ്യമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1 മാസത്തിൽ തന്നെ 3 സെക്യൂരിറ്റി ഗാർഡ് ജോലി ഉപേക്ഷിച്ചു പോയതും. മെഹുൽ പോലീസിനെ വിളിക്കുന്നു. എന്നിട്ട് ഫാക്ടറിയുടെ അകത്തേക്ക് പോകുന്നു. പോലീസ് ഫാക്ടറിക്കകത്ത് പരിശോധന നടത്തുന്നു. അപ്പോൾ അവർ ഫാക്ടറിയുടെ ബേസ്മെന്റിൽ മദ്യമുണ്ടാക്കുവാനുള്ള മെഷീൻ കണ്ടെത്തുന്നു. ആയിരക്കണക്കിന് ലിറ്റർ മദ്യവും പിടിച്ചെടുക്കുന്നു. ഫാക്ടറിയുടെ മാനേജർ ഓടിപ്പോകുന്നു. മെഹുലും അയാളുടെ പുറകെ പോകുന്നു. പക്ഷേ മാനേജർ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്നു. ഇവിടെ വളരെയധികം ഫാക്ടറികളുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഫാക്ടറിയിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അടുത്ത് 3 ഫാക്ടറികൾ കാണുന്നുണ്ട്. ഈ 3 എണ്ണത്തിൽ ഏതിലായിരിക്കും മാനേജർ പോയിട്ടുണ്ടാവുക? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യത്തെയും രണ്ടാമത്തെയും ഫാക്ടറി നൂലുണ്ടാക്കുന്നതാണ്. 3ാമത്തെ ഫാക്ടറി ഡ്രിങ്കിംഗ് വാട്ടറിന്റേതാണ്. അതിനർത്ഥം ആ മാനേജർക്ക് ഈ ഫാക്ടറിയിൽ അറിയുന്നവരായ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഈ 2 ഫാക്ടറികളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധവും ഉണ്ടാകാം. മെഹുൽ നേരെ ആ ഫാക്ടറിക്കകത്തേക്ക് പോകുന്നു. അവിടെ മെഹുൽ മുന്നിൽ ഒരാളെ കാണുന്നു. മെഹുൽ അയാളുടെ കോളറിൽ പിടിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. ആ മനുഷ്യൻ പേടിച്ചു പോകുന്നു. എന്നിട്ട് മാനേജർ എവിടെയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. മാനേജർ ഫാക്ടറിയുടെ ബാത്റൂമിൽ ഇരിക്കുകയായിരുന്നു. മെഹുൽ അയാളെ പിടിച്ച് ശക്തമായി ഇടിക്കുന്നു. സത്യം പറഞ്ഞോ, നിങ്ങൾ കൗശലിനെ എന്തിനാണ് കൊന്നത്? അപ്പോൾ മാനേജർ പറയുന്നു, കൗശലിന് അവരുടെ മദ്യമുണ്ടാക്കലിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചുവെന്ന്. അയാൾ പോലീസിനെ ഇത് അറിയിക്കുമോ എന്നായിരുന്നു പേടി. അതുകൊണ്ടാണ് അയാളെ കൊന്നതെന്ന്. ഫാക്ടറിയുടെ ഉടമസ്ഥൻ, മാനേജർ അങ്ങനെ എല്ലാവരെയും പിടിച്ച് ജയിലിലടയ്ക്കുന്നു. കേസ് സോൾഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്. മെഹുലും മാലിയയും ഡോക്ടർ സഞ്ജനയും കാട്ടിൽ പിക്നിക് ആഘോഷിക്കുകയായിരുന്നു. ആ സമയത്ത് മെഹുൽ തന്റെ ക്യാമറയും എടുത്ത് ഒറ്റയ്ക്ക് കാട്ടിൽ ഫോട്ടോ എടുക്കുവാനായി പോകുന്നു. കാടിന് നടുവിൽ ഒരു മരത്തിന് ചുവട്ടിൽ ഒരാൾ ഇരിക്കുന്നതായി കാണുന്നു. മെഹുൽ ദൂരെ നിന്ന് അയാളുടെ ഒരു ഫോട്ടോ എടുക്കുന്നു. എന്നിട്ട് ആ ഫോട്ടോയെ സൂം ചെയ്ത് നോക്കുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. ലോജിക്കൽ ആർമി. ഫോട്ടോ നോക്കിയിട്ട് മെഹുലിന് എന്തുകൊണ്ടാണ് അയാൾ മരിച്ചു എന്ന് തോന്നിയത്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ആ മനുഷ്യന്റെ കഴുത്തിൽ വളരെയധികം മുറിവുകളുണ്ട്. ഇതിനർത്ഥം അയാൾ മരിച്ചിരിക്കുന്നുവെന്നാണ്. എന്തെന്നാൽ അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കഴുത്തിൽ ഇത്രയും മുറിവുകൾ ഉണ്ടാകില്ലായിരുന്നു. മെഹുൽ വേഗം അയാളുടെ അടുത്തേക്ക് പോകുന്നു. അയാളുടെ ഡെഡ് ബോഡിയെ പരിശോധിക്കുവാൻ തുടങ്ങുന്നു. ആ മനുഷ്യന്റെ പുറകിൽ ഒരു കത്തി തറച്ചിരിക്കുകയായിരുന്നു. ഇതിനർത്ഥം ഇയാളെ ആരോ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. മെഹുൽ പെട്ടെന്ന് ചുറ്റുപാടും നന്നായി അരിച്ചു വെറുക്കുന്നു. എന്നാൽ മെഹുലിന് തെളിവായി അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. അതിനുശേഷം മെഹുൽ ആ മനുഷ്യന്റെ പോക്കറ്റ് നന്നായി പരിശോധിക്കുന്നു. അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു രേഖയും ലഭിക്കുന്നില്ല. ഇയാളുടെ പോക്കറ്റിൽ ഒരു രേഖയും കാണുന്നില്ല. പക്ഷേ ഇയാളെ കൊന്നത് കൊള്ളയടിക്കാനല്ല എന്നത് വ്യക്തമാണ്. ലോജിക്കൽ ആർമി. ഇയാളെ കൊന്നത് മോഷണം നടത്താനല്ല എന്ന് മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായത്? ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ആ മനുഷ്യൻ ഒരു കൈയിൽ വില കൂടിയ വാച്ചണിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കൈയിൽ നോക്കൂ, എന്തുമാത്രം സ്വർണ്ണ മോതിരങ്ങളാണുള്ളത്. മോഷണത്തിനാണ് കൊന്നിരുന്നുവെങ്കിൽ ഈ സാധനങ്ങളെല്ലാം അപ്രത്യക്ഷമാകുമായിരുന്നു. ഇതിനുശേഷം മെഹുൽ നല്ല ഉച്ചത്തിൽ ഡോക്ടർ സഞ്ജനയെയും ആലിയെയും അങ്ങോട്ടേക്ക് വിളിക്കുന്നു. മെഹുലിന്റെ വിളി കേട്ടതും ആലിയ പെട്ടെന്നോടി അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്നു. ആരോ ഈ മനുഷ്യനെ കൊന്നിരിക്കുകയാണ്. നമുക്ക് പിക്നിക് ഉപേക്ഷിച്ചിട്ട് ആദ്യം ഈ കേസിന്റെ വസ്തുതകൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സഞ്ജനയും അങ്ങോട്ടേക്ക് വരുന്നു. മെഹുലിന്റെ കാർ കാടിന് പുറത്ത് റോഡരികിലായി കിടക്കുകയായിരുന്നു. മെഹുലും മാലിയും ചേർന്ന് ഡെഡ് ബോഡി എടുത്ത് തങ്ങളുടെ കാറിലേക്ക് വെക്കുന്നു.
എന്നിട്ട് ഡോക്ടർ സഞ്ജനയോടൊപ്പം പിക്നിക്കിനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ച് നഗരത്തിലേക്ക് പുറപ്പെടുന്നു. കാട്ടിൽ നിന്ന് നഗരത്തിലേക്ക് വരുവാൻ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ വഴിയിൽ 2 ദിവസമായി പട്ടിണി കിടക്കുന്ന ആക്രമണകാരിയായ സിംഹമുണ്ടായിരുന്നു. രണ്ടാമത്തെ വഴിയിൽ കൂടി ഒരു വലിയ പാമ്പ് പോവുകയായിരുന്നു. മൂന്നാമത്തെ വഴിയിൽ കുറെ മുള്ളുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആക്രമണകാരികളായ കുറുക്കന്മാരും ഇര തേടി നടക്കുന്നുണ്ടായിരുന്നു. ലോജിക്കൽ ആർമി, മെഹുൽ ഏത് വഴിയാണ് പോകേണ്ടത്? ചിന്തിക്കൂ. മെഹുൽ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കും. ശ്രദ്ധിച്ചു നോക്കൂ, രണ്ടാമത്തെ വഴിയിൽ കൂടി പാമ്പ് പോകുന്നുണ്ട്. അത് പക്ഷേ നേരെയാണ് പോകുന്നത്. പാമ്പ് ഒരിക്കലും നേരെ പോകില്ല, അതെപ്പോഴും വളഞ്ഞു പൊളഞ്ഞാണ് പോകുന്നത്. ഇതിനർത്ഥം ആ പാമ്പ് യഥാർത്ഥമല്ല. മെഹുൽ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു. ഡോക്ടർ സഞ്ജന തന്റെ ഫിംഗർ പ്രിന്റ് കൊണ്ട് ലാബിന്റെ വാതിൽ തുറക്കുന്നു. മെഹുൽ ആ മനുഷ്യന്റെ മൃതശരീരവുമായി അകത്തേക്ക് വരുന്നു. അതിനുശേഷം ഡോക്ടർ സഞ്ജന ആ മനുഷ്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കുന്നു. എന്നിട്ട് മെഹുലിനോട് പറയുന്നു, ഈ മനുഷ്യൻ മരിച്ചത് കത്തിക്കുത്തേറ്റല്ലെന്ന്, പക്ഷേ അയാൾക്കൊരു പ്രത്യേകതരം വിഷം നൽകിയിരുന്നുവെന്ന്. അത് നഗരത്തിലെ ലാബിൽ മാത്രമേ കിട്ടുകയുള്ളൂവെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതിനർത്ഥം അയാളെ വിഷം കൊടുത്താണ് കൊന്നത്. എന്നിട്ട് കൊലയാളി അയാളെ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ടാകും. നമുക്ക് എല്ലാ ലാബുകളെ കുറിച്ചുള്ള വിവരങ്ങളും എടുക്കേണ്ടതുണ്ട്. മെഹുൽ നഗരത്തിലുള്ള ലാബുകളിൽ നിന്നും സാമ്പിൾ റിപ്പോർട്ട് എടുത്തിട്ട് വരുവാൻ ആലിയോട് പറയുന്നു. ഇതിൽ നിന്നും ഏത് ലാബിൽ നിന്നുമാണ് വിഷം കിട്ടിയതെന്ന് അറിയുവാനുമാകും. ആ സമയം മെഹുലിന് അവിചാരിതമായി ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ കോൾ വരുന്നു. അദ്ദേഹം മെഹുലിനോട് പറയുന്നു, താൻ ലാബിൽ ഒരു സ്പെഷ്യൽ പോയിസൺ ഉണ്ടാക്കിയിരുന്നു, എന്നാൽ അത് മോഷണം പോയിരിക്കുന്നുവെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കൊലപാതകി ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ ലാബിൽ നിന്നാകും വിഷം മോഷ്ടിച്ചിട്ടുണ്ടാവുക. മെഹുൽ പെട്ടെന്ന് തന്നെ തന്റെ കാറിൽ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകുന്നു. സയന്റിസ്റ്റ് തന്റെ ലാബിലേക്ക് എത്തുന്നതിനായി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിരുന്നു. ലോജിക്കൽ ആർമി, ഏത് വഴിയിലൂടെ പോയാലാണ് മെഹുലിന് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്താനാവുക? A, B, C അതോ D? നന്നായി ചിന്തിക്കൂ. ഉത്തരം B എന്ന വഴി. ദാ ഇങ്ങനെ. മെഹുൽ B എന്ന വഴി തെരഞ്ഞെടുത്ത് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തിച്ചേരുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ് മെഹുലിനോട് പറയുന്നു, അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് വിഷമുണ്ടാക്കിയതെന്ന്. അതിന്റെ സഹായത്തോടെ ഏറ്റവും വലിയ വൈറസിനെ വരെ നശിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ വിഷം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ സമയം ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ ലാബിൽ 3 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. മെഹുൽ 3 പേരെയും ചോദ്യം ചെയ്യുന്നു. ആദ്യത്തെ ആൾ പറയുന്നു, സർ, ഞാൻ ആ സമയത്ത് ലാബിൽ ലൈം വാട്ടർ ഉണ്ടാക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ബാത്റൂമിലേക്ക് പോയിരുന്നു. അപ്പോഴായിരിക്കും മോഷണം നടന്നിട്ടുണ്ടാവുക. രണ്ടാമൻ പറയുന്നു, ഞാൻ മുടിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, എന്റെ കയ്യിൽ കുറച്ച് മുടിയുണ്ട്. മൂന്നാമൻ പറയുന്നു, സർ, ഞാൻ രാവിലെ മുതൽ എന്റെ ജോലിയിലായിരുന്നു. ജോലി ചെയ്ത് ഞാൻ 3-4 കോഫിയും കുടിച്ചു തീർത്തു. ഇത് നോക്കൂ സാർ, എന്റെ കപ്പുകൾ. 3 പേരുടെയും സംസാരം കേട്ട ശേഷം ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് മെഹുലിന് മനസ്സിലായി. പക്ഷേ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ആദ്യത്തെ മനുഷ്യൻ കള്ളം പറയുകയാണ്. അയാളുടെ ലൈം വാട്ടറിനെ ശ്രദ്ധിച്ചു നോക്കൂ, ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട്. ലൈം വാട്ടർ കുറെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ കൊത്ത് വെള്ളത്തിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുമായിരുന്നു. അതിന്റെ മുകളിൽ വെള്ളപ്പാട ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു മാറ്റവും അതിനുണ്ടായിരുന്നില്ല. അയാൾ കള്ളം പറയുകയായിരുന്നു. കള്ളം പറയുവാൻ വേണ്ടി അയാൾ ഇപ്പോൾ ലൈം വാട്ടർ ഉണ്ടാക്കിയതാണ്. മെഹുൽ അയാളെ പിടികൂടുന്നു. ഇനി സത്യമായി പറയ, നിങ്ങൾ എന്തിനാ ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ വിഷം മോഷ്ടിച്ചത്? ആ സമയം അയാൾ പറയുന്നു, ഗുഡു ഭയ്യ തനിക്ക് 10,000 രൂപ തന്നിരുന്നുവെന്ന്, എന്നിട്ട് വിഷം മോഷ്ടിക്കുവാനായി പറഞ്ഞുവെന്ന്. അതുകൊണ്ടാണ് അയാൾ ആ വിഷം മോഷ്ടിച്ചു കൊടുത്തതെന്ന്. നിങ്ങൾ 10,000 രൂപയ്ക്ക് വേണ്ടി ഗുഡുവിന് വിഷം മോഷ്ടിച്ചു നൽകി. അയാൾ അത് വെച്ച് ഒരാളെ കൊന്നു. ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് ഗുഡുവിന്റെ അഡ്രസ് തരൂ. ആ മനുഷ്യൻ മെഹുലിന് ഗുഡുവിന്റെ അഡ്രസ് കൊടുക്കുന്നു. മെഹുൽ തന്റെ കാറിൽ ഗുഡുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. മെഹുൽ വാതിലിൽ മുട്ടുന്നു. അപ്പോൾ ഗുഡു വെളിയിലേക്ക് വരുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുൽ. ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാണ്. കൊലപാതകത്തിന്റെ കാര്യം കേട്ടതും ഗുഡു മെഹുലിനെ അതിശക്തമായി തൊഴിക്കുന്നു. മെഹുൽ മുകളിലേക്ക് പൊങ്ങി ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ഇതിനോടകം ഗുഡു വാതിലടച്ച് കുറ്റിയിടുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി ഞാൻ ഇവന് ശക്തി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മെഹുൽ വാതിൽ തുറക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ വാതിലിന് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മെഹുലിന് വാതിൽ തുറക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ മെഹുലിന്റെ മുന്നിൽ വീടിനകത്തേക്ക് പോകുവാൻ 3 വഴികളുണ്ട്. ആദ്യത്തേത് ചുവരിലുള്ള പൈപ്പ് വഴി, രണ്ടാമത്തേത് അടുത്തുള്ള ജനൽ വഴി, മൂന്നാമത്തേത് ടയറിന്റെ ഒരു കഷ്ണം വെച്ചിട്ട്. ലോജിക്കൽ ആർമി, മെഹുൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയാമോ? മെഹുലിന് പൈപ്പ് വഴി മുകളിലേക്ക് പോകുവാൻ കഴിയില്ല. എന്തെന്നാൽ പൈപ്പിൽ പായൽ പിടിച്ചിരിക്കുകയാണ്. അടുത്തുള്ള ജനൽ ശ്രദ്ധിച്ചു നോക്കൂ, അത് ഈ വീട്ടിലെ അല്ല, രണ്ടാമത്തെ വീട്ടിലെ ജനലാണ്. അവിടെ ഒരു പെൺകുട്ടിയെയും കാണുന്നുണ്ട്. കയറും തീരെ ചെറുതാണ്. അതുപയോഗിച്ച് മെഹുലിന് എന്താണ് ചെയ്യാനാവുക? മെഹുൽ വാതിലിൽ അതിശക്തമായി തൊഴിച്ച് തന്റെ ശക്തി തെളിയിക്കുന്നു. മെഹുൽ ഗുഡുവിനെ വീടിനകത്ത് തിരയുന്നു. എന്നാൽ ഗുഡു പുറകിലുള്ള വാതിൽ വഴി ഓടിപ്പോയിരുന്നു.
മെഹുൽ പുറകുവശത്തുള്ള വാതിലിനടുത്തെത്തുന്നു. അവിടെ നിന്ന് 3 വഴികൾ പിരിയുന്നുണ്ടായിരുന്നു. ഈ 3 വഴികൾ കണ്ടിട്ട് ഏതിലൂടെയായിരിക്കും ഗുഡു ഓടിയതെന്ന് പറയാനാകുമോ ലോജിക്കൽ ആർമി? ചിന്തിക്കൂ. ആദ്യത്തെയും രണ്ടാമത്തെയും വഴികളിലൂടെയുള്ള കാൽനടയുടെ അകലം വളരെ കുറവാണ്. ഇത് നടന്നു പോയതിനെയാണ് കാണിക്കുന്നത്. എന്നാൽ 3ാമത്തെ കാൽനടയുടെ അകലം നോക്കൂ, വളരെ വലുതാണ്. അതിനർത്ഥം ഇത് ഓടിയതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ ഗുഡു എന്തായാലും നടന്നു രക്ഷപ്പെട്ട് കാണില്ല. അയാൾ എന്തായാലും ഓടിയായിരിക്കും രക്ഷപ്പെട്ട് കാണില്ല. അതിനർത്ഥം അയാൾ 3ാമത്തെ വഴിയിലൂടെയാണ് ഓടിയത്. ഈ വഴി നേരെ പോകുന്നത് സുൽത്താൻഗഞ്ചിലേക്കാണല്ലോ. മെഹുലും സുൽത്താൻഗഞ്ചിലേക്ക് ഓടുന്നു. ഓടുന്നതിനിടയിൽ ആലിയോടും സുൽത്താൻഗഞ്ചിലേക്ക് വരുവാൻ പറയുന്നു. മെഹുലും സുൽത്താൻഗഞ്ചിലേക്ക് എത്തുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് സുൽത്താൻഗഞ്ചിലെ മാർക്കറ്റും പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയായിരുന്നു. അവിടെ ചില ചായക്കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു. മെഹുൽ എല്ലായിടവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. എന്നിട്ട് ഗുഡു എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ലോജിക്കൽ ആർമി, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഗുഡു എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ശ്രദ്ധിച്ചു നോക്കൂ. ചായക്കടക്കാരൻ ലെതർ ജാക്കറ്റും മഫ്ലറും അണിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ചൂടിപ്പോൾ വളരെ കൂടുതലുമാണ്. ബാക്കിയുള്ളവർ അരക്കയ്യൻ ഉടുപ്പാണ് ധരിച്ചിരിക്കുന്നത്. ഈ മനുഷ്യൻ ഗുഡുവെങ്ങാനുമാകുമോ? ഇവനെന്തിനാ ഇത്രയും ചൂടിൽ ലെതർ ജാക്കറ്റ് ധരിച്ചിരിക്കുന്നത്? തീർച്ചയായും എന്തോ ഒളിപ്പിക്കുവാനുള്ള ശ്രമമാണ്. മെഹുൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ മനുഷ്യൻ തന്റെ ജാക്കറ്റിൽ നിന്ന് തോക്കെടുത്ത് മെഹുലിന് നേരെ വെടിവെക്കുവാൻ തുടങ്ങി. മെഹുൽ ഡൈവ് ചെയ്ത് അടുത്തുള്ള ഡ്രമ്മിന് പുറകിൽ വിളിക്കുന്നു. ജാക്കറ്റുകാരൻ നിർത്താതെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നു. മെഹുലിന്റെ മുന്നിലെ ഡ്രമ്മിൽ തുളകൾ വീഴുവാൻ തുടങ്ങുന്നു. മെഹുൽ തന്റെ തോക്കെടുക്കുന്നു. എന്നിട്ട് ആ മനുഷ്യന് നേരെ നിറയൊഴിക്കുന്നു. മെഹുലിന്റെ കയ്യിൽ തോക്ക് കാണുന്നതും ജാക്കറ്റുകാരൻ ചുവരിന് പിന്നിൽ ഒളിക്കുന്നു. പക്ഷേ ഇത്രയും ആയപ്പോഴേക്കും അവിടേക്ക് ആലിയ വരുന്നു. ആ ജാക്കറ്റുകാരന്റെ പുറകെ നിന്ന് വടി കൊണ്ട് തലക്കടിക്കുന്നു. നീ എപ്പോഴും കൃത്യസമയത്ത് തന്നെ എത്താറുണ്ട്. അതിനുശേഷം മെഹുലും ആലിയയും അയാളെ കെട്ടിയിട്ട് മുഖത്തേക്ക് വെള്ളമൊഴിക്കുന്നു. നീ ആരാണ്? എനിക്ക് നേരെ എന്തിനാണ് വെടിവെച്ചത്? അയാൾ പറയുന്നു താൻ ഗുഡുവിന്റെ സഹായിയാണെന്നും ഗുഡു മെഹുലിനെ കൊല്ലുവാൻ പറഞ്ഞുവെന്നും. അതിനുശേഷം മെഹുലും ആലിയയും അയാളുടെ സഹായത്തോടെ ഗുഡുവിനെ പിടികൂടുന്നു. കേസ് സോൾവ്ഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.